RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കളി കാണാണ്ട് കിടന്നുറങ്ങിയവർക്ക് വമ്പൻ നഷ്ടം, അല്ലാതെ ഒന്നും പറയാനില്ല. ഇന്നത്തെ ബാഴ്സലോണ ഇന്റർ മിലാന്റെ കളി കാണാതെ കിടന്നുറങ്ങിയവർക്ക് ഈ സീസണിൽ ഒരു മികച്ച മത്സരം നഷ്ടമായി എന്ന് തന്നെ പറയാം. വേറെ ഒന്നും പറയാനില്ല. പക്ഷെ കളി, ഇന്നലത്തെ കളി, PSG കളി, ആഴ്സണലായിട്ടുള്ള കളിയിൽ ഗോൾ മഴ വീഴുന്നു പ്രതീക്ഷിച്ചു. അത് നടന്നില്ല. 1-0 PSG ജയിച്ചു. സെക്കൻഡ് ലെഗിലേക്ക് കളി വരുന്നുണ്ട്. ബാഴ്സലോണയുടെ കളി ഇന്റർ മിലാനായിട്ട് 3-3 90 മിനിറ്റ് കഴിയുമ്പോൾ സ്കോർ. കളിച്ചത് ബാഴ്സയൊക്കെ ആയിരിക്കാം, പക്ഷേ കിട്ടിയ അവസരങ്ങൾ മൂന്നും മുതലാക്കി 3-3 ബാഴ്സനെ പിടിച്ചു കെട്ടി ബാഴ്സയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട് കളി തുടങ്ങി 30 സെക്കൻഡുള്ളിൽ തുറാം ചങ്ങായി ഈ ക്രോസ് വന്ന ബോൾ മാർട്ടിനെ സ്ലിപ്പാവുന്ന ഇവന്റെ കാലിൽ കിട്ടുന്ന റൈറ്റ് ഫുഡ് കൊണ്ട് ബാക്ക് ഹീൽ ചിപ്പ് ചെയ്ത് വിടുന്നു. ബാക്കിൽ നിന്ന് നമ്മൾ പ്രാക്ടീസിലൊക്കെ കാണില്ലേ, ഈ റീൽസ് സ്കില്ലിലൊക്കെ കാണില്ലേ, ഈ സാധനം പോലെ ബോൾ ഇങ്ങനെ ഉരുണ്ട് കയറി വരാം ബോക്സിൻ്റെ ഉള്ളിലേക്ക്. ബാഴ്സയുടെ ഡിഫൻഡ് ഒരു സെക്കൻഡ് അന്താളിച്ച് നിൽക്കുന്ന ഗോൾ കീപ്പർ ഷെസിനെ നോക്കുന്നത് എന്താ സംഭവിച്ചു. സ്റ്റേഡിയം മൊത്തം, ബാഴ്സയുടെ ഹോം ഗ്രൗണ്ട് സ്റ്റേഡിയം മൊത്തം സൈലന്റ്. ഒന്നും പറയാനില്ല. 30 സെക്കൻഡുള്ളിൽ ഒരു ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനലിൽ ആദ്യമായിട്ടാണ് ഇത്രയും കുറഞ്ഞ ടൈമിനുള്ളിൽ ഗോൾ അടിക്കുന്നത്. എല്ലാവരും ഒരു നിമിഷം നിശബ്ദമായി. കളി ഹാൻസി ഫ്ലിക്കാണ് അറ്റാക്കിങ് തുടങ്ങി. ഒരു സൈഡിൽ നിന്ന് യമാൽ, ഒരു സൈഡിൽ നിന്ന് റഫീനിയ, പെഡ്രി, ഡി ജോൺ ചാറാവറ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ററിന്റെ ഡിഫൻസിനെ പരീക്ഷിച്ചുകൊണ്ട് തെലങ്കും വിലങ്ങും അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഡിഫൻസ് ഒരു രക്ഷയില്ല, കട്ട മതിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞു 21 മിനിറ്റിൽ ക്രോസ് വരുന്നത്, ഗോൾ അടിച്ച് കയറ്റുന്നത് ബാഴ്സയുടെ ബോക്സിലേക്ക്. വീണ്ടും ഷോക്ക് ബാഴ്സയ്ക്ക്. സെമി ഫൈനലിൽ 2 ഗോൾ 21 മിനിറ്റിനുള്ളിൽ 2 ഗോൾ വാങ്ങിക്കുകയാണ്, അതും ഹോം ഗ്രൗണ്ടിൽ വെച്ചിട്ട്. ഇന്റർ പോലൊരു ടീം, ഇന്റർ എന്ന് പറഞ്ഞാൽ മോശം ടീം എന്നല്ല പറയുന്നത്, ഇന്റർ എന്ന് പറഞ്ഞാൽ ഡിഫൻസ് കളിക്കുന്ന ടീമാണ്. അവർ 2-0 ലീഡ് ചെയ്ത് നിൽക്കുക. കളി പിന്നെ ചൂട് പിടിച്ചു. ബാഴ്സലോണ തീ കളി കളിച്ചുകൊണ്ടിരിക്കുക, അറ്റാക്കിങ് അടിച്ച് കളിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഫലമായിട്ട് യമീനമാല്, ഈ ചങ്ങായി ഈ 17 വയസ്സിൽ എന്തൊക്കെയാ കാണിക്കുന്നത്, ഒരു പിടിയും കിട്ടുന്നില്ല. 3 പേരൊക്കെയാണ് ലെമീനിനെ പൂട്ടാൻ വേണ്ടി നിൽക്കുന്നത്. ഇതെല്ലാം കട്ട് ചെയ്തുകൊണ്ട് പെനാൾട്ടി ബോക്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഷോട്ട്. അത് നോക്കുന്നൊന്നുമില്ല, അത് കറക്റ്റായിട്ട് പെനാൾട്ടി ബോക്സിന്റെ റൈറ്റ് സൈഡിൽ ബോക്സിന്റെ ബാറിൽ തട്ടിയിട്ട് ഉള്ളിൽ കയറാം. ഈ ക്യാരംസിലൊക്കെ നമ്മൾ കളിക്കില്ല, ക്യാരംസ് കളിക്കുമ്പോൾ ഇങ്ങനെ സ്ട്രൈക്കർ വിട്ടിട്ട് കോയിൻസ് തട്ടിയിട്ട് ഇങ്ങനെ പോകില്ല പോക്കറ്റിലേക്ക്, അതേപോലെ സാധനം. 1 ഗോളിന് ബാഴ്സ 2-1 ബാഴ്സ ഗോൾ അടിച്ചു. 2-1 അത് കഴിഞ്ഞു 3-4 മിനിറ്റ് സെയിം സാധനം. ഉള്ളിക്ക് പെനാൽറ്റി ബോക്സിന് ഉള്ളിൽ കയറുന്നു, ഡിഫൻസിന് കവളിപ്പിക്കുന്നു, ഡിഫൻഡർ അവിടെ വീണ് നടക്കുന്നു, ഗോൾ കീപ്പർ മാത്രമായി നിൽക്കുന്ന ഒരു സിനാരിയോ. ഇത് അടിച്ച് നേരെ പോസ്റ്റിലേക്ക്. ഭാഗ്യം ഇല്ലാത്തതുകൊണ്ട് മാത്രം അത് ഗോളായില്ല. അല്ലെങ്കിൽ പിന്നെ ഇന്റർ മിലാന് കളിയിലോട്ട് തിരിച്ചു വരേണ്ടി വന്നിട്ടുണ്ടാവില്ല. അമ്മാതിരി ഒരു ചാൻസ് ആയിരുന്നു, ബാറിൽ തട്ടി തെറിച്ചു പോയി. അത് കഴിഞ്ഞ് അടുത്ത അപ്പോഴും അറ്റാക്ക് തന്നെയാണ്. അറ്റാക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇവിടുന്ന് ഒരു ലീഡ് ഇല്ലാണ്ട് മടങ്ങാനുള്ള ഒരു താല്പര്യമില്ല ബാഴ്സയ്ക്ക്. അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവസാനം 38 മിനിറ്റിൽ സമനില ഗോൾ വരികയാണ്. അതെങ്ങനെയാന്ന് പറഞ്ഞാൽ പെഡ്രി റഫീനിക്ക് അസിസ്റ്റ് കൊടുക്കുന്നു, റഫീനെ പെനാൽറ്റി ബോക്സ് ഹെഡ് ചെയ്തിട്ട് ഇങ്ങനെ ഗോളിയുടെ ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കാം. പെനാൽറ്റി ഓവർസ് ഓടി വന്നിട്ട് അത് തട്ടിയിട്ട് ഗോൾ പോസ്റ്റിനുള്ളിലേക്ക് ആക്കുന്ന സമനില. പിന്നെയും ഡിഫൻസ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. ഇന്റർ മിലാന്റെ ഡിഫൻസ് ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ നിന്ന് യമാൽ ഇങ്ങനെ കയറുന്നുണ്ട്. അതിനിടയിൽ കുണ്ടേക്ക് പരിക്ക് പറ്റി. ബാഴ്സയ്ക്ക് ഒരു അടി തന്നെയാണ്. ഒരു യമാലിന്റെ ഒരു നല്ലൊരു സപ്പോർട്ടായിരുന്നു കളിച്ചു. കുണ്ടേക്ക് പരിക്കായി. ലൗത്താറോ മാർട്ടിനസ് പരിക്കായി. ലൗത്താറോ മാർട്ടിനസ് ഫസ്റ്റ് ഹാഫിൽ കളിക്കാന്ന് പറഞ്ഞാൽ ഇന്ററിന്റെ ബോളേ കിട്ടിയിട്ടില്ല. ഒരു കിട്ടിയ 2 ചാൻസ് അവർ ഗോളാക്കുകയും ചെയ്തു. ബാക്കി മുഴുവൻ ടൈമും 45 മിനിറ്റിൽ ഒരു 43 മിനിറ്റും ബാഴ്സയുടെ തന്നെയാണ് കളി. പക്ഷെ എങ്ങനെ കയ്യിൽ വന്ന ബോളുകൾ ഗോളടിച്ച് മുതലാക്കണം എന്നുള്ളത് ഇന്റർ കാണിച്ചു തന്നു. എന്താ പറഞ്ഞാൽ ഇന്ററിന്റെ ഒരു ഫിസിക്കലി ചങ്ങായിമാർക്ക് അത്യാവശ്യം ഹൈറ്റും വെയിറ്റ് ഉള്ള പിള്ളേരാണ്. ഇവിടെ ആണെങ്കിൽ അറിയാലോ ഡിഫൻസിനും ഒക്കെ ഉള്ളത് ഹൈറ്റ് അത്യാവശ്യം. മാർട്ടിനസ് ആയിക്കോട്ടെ, കുവാസി ആയിക്കോട്ടെ, എല്ലാവരും ഹൈറ്റിൽ ഒരു പരിധികളുണ്ട്. അതേപോലെ നമ്മുടെ ലെഫ്റ്റ് വിങ്ങും റൈറ്റ് വിങ്ങും കളിക്കുന്ന ആൾക്കാരായിക്കോട്ടെ. ഇവിടെ അങ്ങനെയല്ല. അതുകൊണ്ട് 2 ഗോള് ആ ഒരു ഡിഫൻസ് അവരോട് കോർണർ കിക്ക് അതേപോലെ ഫ്രീ കിക്കുകളൊക്കെ വിൻ ചെയ്താൽ തീർന്നു. അതേപോലെ ഇവിടെ ബാഴ്സയുടെ ഭാഗത്ത് കോർണർ കിക്ക് വിൻ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. ഏത് ബോൾ റഫീനെ കോർണർ എടുക്കുന്നത്, ഇവരുടെ തലി തട്ടിയിട്ട് തെറിക്കുന്നു. ഇതന്നെ സംഭവം. അങ്ങനെ ഹാഫ് ടൈമിന് പിരിഞ്ഞു.
കുണ്ടെ പരിക്കായി ലൗതാറോ മാർട്ടിനസ് കയറി. അങ്ങനെ ഹാഫ് ടൈമിന് ശേഷം കളി വീണ്ടും തുടർന്നു. അത്യാവശ്യം രീതിയിൽ അറ്റാക്ക് തുടങ്ങി. ഒരു കുറച്ച് നേരം, ഒരു 10 മിനിറ്റ് എന്ന് പറയാം, ഇന്ററിന്റെ കയ്യിൽ കുറച്ച് കളി വന്നു. ഇന്റർ കളിച്ചു തുടങ്ങി, ഇന്റർ അറ്റാക്കിങ് തുടങ്ങി. പക്ഷെ അത്യാവശ്യം ബ്ലോക്കൊക്കെ ചെയ്തു. 1-2 ചാൻസുകൾ കിട്ടി. ഓഫ് സൈഡ് ട്രാപ്പിൽ ഗോൾ ആവാതെ രക്ഷപ്പെട്ടു. ഒരു ഗോൾ ഇതിനു മുമ്പ് ഒരു 54 മിനിറ്റിലാണ് തോന്നുന്നുണ്ട് ഒരു ഗോൾ വീണു. ഓഫ് ലൈൻ ട്രാപ്പിൽ അത് പൂട്ടി. പിന്നെയും കുറെ ചാൻസുകൾ കിട്ടി. ഇങ്ങനെ കളി ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പൊടുന്നനെ 64 മിനിറ്റിൽ ഇന്റർ മൂന്നാമതും ബാഴ്സയുടെ വല കുലുക്കി. ഒന്നും പറയാനില്ല. ഹെഡ് കോർണറിൽ കിട്ടിയ ഹെഡറിൽ ചങ്ങായി ഡബിള് അടിച്ച് ബാഴ്സ വീണ്ടും സ്റ്റേഡിയം മൊത്തം സൈലന്റ് ആയി. ഒരു സൈഡ് ഇന്ററിന്റെ കാണികൾ ആ കോർണറിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ പറഞ്ഞാല് കിട്ടിയ ചാൻസ് അത് കറക്റ്റായിട്ട് മുതലാക്കുക, അത് ഇന്ന് നടപ്പിലാക്കി. അത് കഴിഞ്ഞു കളി തുടർന്നു. ബാഴ്സയ്ക്ക് അനുകൂലമായിട്ട് കോർണർ കിക്ക് കിട്ടുന്നു. കോർണർ കിക്ക് എടുക്കുന്നു. യമാല് അത് ലീവ് ചെയ്തിട്ട് റഫീനെ പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിൽ നിന്ന് എടുത്ത സാധനം വെട്ടിയുണ്ട ഷോട്ട് പോസ്റ്റ് തട്ടി തിരിച്ചു വരികയാണ്. സൂമർ ചങ്ങായിന്റെ മേൽ തട്ടിയിട്ട് ഉള്ളിക്കന്നെ കയറി പോകും. 3-3. പിന്നെയും ലീഡില്ലാണ്ട് ഇവർക്ക് മടങ്ങാൻ ഇവിടുന്ന് ഹോം ഗ്രൗണ്ട് വിട്ടുപോകാൻ മടിയില്ല. ബാഴ്സ ഒരു സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഈ സൈഡിൽ നിന്ന് യമാൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്, റഫീനിയ ഈ സൈഡിൽ നിന്ന്, എല്ലാം മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല, ഗോൾ വീണില്ല. അവര് ബസ് പാർക്കിംഗ് തന്നെയാണ്. ഇനി സെക്കൻഡ് ലെഗിൽ എന്തായിരിക്കും ഇന്റർ മിലാനിൽ പോയി നടക്കാൻ പോകുന്നത്? 3-3. 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഒരു പ്രതിനിധിയാണ്. അവർക്ക് ഇവിടെ വന്നിട്ട് ഒരു 3 ഗോൾ അടിച്ചു, ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതേപോലെ തന്നെ അവിടെ ഹോം ഗ്രൗണ്ട്, ഇന്റർ മിലാന്റെ ഹോം ഗ്രൗണ്ട് എന്നൊരു അവർക്കൊരു സപ്പോർട്ടാണ്. പക്ഷെ ഇത് ബാഴ്സയാണ്. ബാഴ്സയ്ക്ക് ഇപ്പൊ ഫ്ലിക്കിന്റെ ബാഴ്സ അങ്ങനെ തന്നെ പറയണം. ബാഴ്സ എന്ന് പറഞ്ഞ പോലെ ഫ്ലിക്കിന്റെ ബാഴ്സയാണ്. അത് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് രണ്ട് ടീമുകൾക്കും. ഇനി അവർ എത്രത്തോളം ഡിഫൻസ് ചെയ്താലും ഡിഫൻസും ഇവരായിട്ടുള്ള കളിയായിരിക്കും. എന്താണെന്ന് പറഞ്ഞാൽ ഈ കളിയിൽ മനസ്സിലായി ബാഴ്സയ്ക്ക് ഇനി എങ്ങനെയാണ് ഇവരുടെ ഗോൾ അടിച്ചതൊക്കെ കണ്ടല്ലോ ഇന്നത്തെ ആ ഒരു. അപ്പോൾ അതിനനുസരിച്ചുള്ള കളിയായിരിക്കും ഹാൻസി ഫ്ലിക്ക് വരുന്നത്. അപ്പോൾ അതിനെതിരെ ഇന്റർ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നതാണ് നമുക്ക് സെക്കൻഡ് ലെഗിന് വളരെ കുറച്ച് ദിവസമുള്ള 6-ാം തീയതി അങ്ങനെയാണ് കളി വരുന്നത്. അപ്പോൾ നമുക്കത് കാണാം. അപ്പൊ എന്തായാലും തീ പാറും. നമുക്ക് കളിയുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് വരാം. 19 ഷോട്ട് എടുത്തിട്ടുണ്ട് ബാഴ്സ, അതിൽ 9 ഓൺ ടാർജറ്റിലേക്കാണ്. അതേസമയം 7 ഷോട്ട് മാത്രം എടുത്ത ഇന്റർ 3 ഓൺ ടാർജറ്റിലേക്കാണ് അടിച്ചത്. 3 ആ 3 ഗോളാണെന്നുള്ള. ഓക്കെ, 72% പൊസിഷൻ വെച്ചിട്ടുണ്ട്, അവിടെ 28% ഉള്ളൂ. പാസിംഗ് ഒക്കെ ആണെങ്കിലും നോക്കണ്ട, 653 പാസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇന്റർ 271 പാസ് മാത്രമാണ്. പാസിംഗ് അക്യുറസി 90-ഉം 75-ആണ്. ഫൗൾസ് 10-ഉം 11-ആണ്. യെല്ലോ കാർഡ് 1-1. കാർഡുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അത് അത്യാവശ്യം നീറ്റായിട്ടുള്ള കളി തന്നെയായിരുന്നു. വലിയ ഫൗളുകളൊന്നും പറയാനില്ല. കോർണർ കിക്ക് വിൻ ചെയ്തത് ബാഴ്സ 7, ഒരു ഗോൾ പോലും ആക്കാൻ പറ്റില്ല. അവർ 2 വിൻ ചെയ്ത് ഗോളായി. അതേപോലെ ഓഫ് സൈഡ് ട്രാപ്പ് 0 ആണ് ബാഴ്സലോണിന്റെ, അവിടെ 5. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കളി എങ്ങനെയായിരുന്നു. കളിച്ചത് ബാഴ്സ, മുതലാക്കിയത് ഇന്റർ മിലാൻ. ഇതാണ് ചുരുക്കി പറഞ്ഞ ഈ കളിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ കളിയിൽ ഇപ്പോൾ ഓരോ പ്ലേയേഴ്സിനെ എടുത്ത് ഞാൻ വിശദമായിട്ട് അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്, റെയ്ഹാൻ കൂടി വന്ന ശേഷം. അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളത് യമാലിന്റെ ഒരു വിളയാട്ടം, അതേപോലെ അവരുടെ കോച്ചിന്റെ തന്ത്രം തന്നെ പറയാം. ശരി, ഇന്ന് പെഡ്രി കുറച്ച് മങ്ങിയ ഒരു കളി തന്നെ കാഴ്ചവെച്ച്. പെഡ്രിയുടെ മങ്ങി എന്ന് പറയാൻ പറ്റില്ല, ബെസ്റ്റ് അല്ല. ഒരു അസിസ്റ്റിനുള്ള റഫീനിക്ക് ഇട്ട് കൊടുത്ത ബോൾ അതേപോലെ അത്യാവശ്യം കളിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും പെഡ്രിയുടെ ഒരു ബെസ്റ്റ് ഒന്നല്ല. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 3 ദിവസം മുമ്പാണ് എൽ ക്ലാസിക്കോ കോപ്പ ഡെൽ റേയിൽ ബാഴ്സലോണ കഴിഞ്ഞിട്ട് വരുന്നത്. ഈ കളിക്ക് 130 മിനിറ്റ് ഒരു ഫൈനലിൽ റയൽ മാഡ്രിഡിന്റെ കൂടെ 2-1 തോറ്റു വന്ന ശേഷം 3-2 ജയിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് ഈ കളി ഇന്റർ മിലാനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്ലെയേഴ്സ് ഫിസിക്കലി, പക്ഷെ അതൊന്നും ഞാൻ ഗ്രൗണ്ടിൽ കണ്ടില്ല. ഞാനല്ല, ആരും കണ്ടില്ല അങ്ങനത്തെ കളിയായിരുന്നു ബാഴ്സ. എന്തായാലും അവർക്ക് തോറ്റിട്ട് അവിടെ നിന്ന് പോകാനുള്ള ഒരു മനസ്സില്ല. അങ്ങനെയുള്ളൊരു കളിയായിരുന്നു. പക്ഷെ ഇന്റർ മിലാൻ അത് ശരിക്കും എങ്ങനെ ബാഴ്സയോട് കളിക്കണം, അത് ബയണിനോട് കളിച്ച് കാണിച്ചതാണ് അവർ. പക്ഷെ ബയണിനോട് കുറച്ച് അറ്റാക്ക് കൗണ്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇവിടെ കൗണ്ടേഴ്സിനൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ബോൾ കിട്ടി ഒന്ന് ക്രോസ് ചെയ്തിട്ട് അത് വിൻ ചെയ്തിട്ടാണ് അവർ, ക്രോസ് ബോൾ അത് വിൻ ചെയ്തിട്ടാണ് അവർ ഇന്ന് വിജയം നേടിയത്. അതും ഫസ്റ്റ് 30 സെക്കൻഡിൽ ഗോളിൽ തന്നെ കളി ഒരു ഇതായില്ലേ, ഒരു കോൺഫിഡൻ്റ് ഒക്കെ പോവാന്ന് പറഞ്ഞു. പക്ഷെ ബാഴ്സയ്ക്ക് അതൊന്നും ഉണ്ടായില്ല. ഇനി സെക്കൻഡ് ലെഗിൽ എന്താ ഒന്നും പറയാൻ പറ്റില്ല. 2 മത്സരങ്ങൾ, ഏത് PSG-യുടെ ആഴ്സണലിന്റെ മത്സരം എടുത്താലും അത് ഒരു ഗോളിന്റെ ലീഡുള്ളൂ. അതും PSG-യുടെ ഗ്രൗണ്ട് അനുകൂലമൊക്കെ ആയിരിക്കും. പക്ഷെ ആഴ്സണലാണ് ഈ സൈഡ് കളിക്കുന്നത്. അതൊന്ന് ഇതേപോലെ 3-3 ഇവിടെ കിടക്കുന്ന കളി.
അപ്പോൾ ഈ രണ്ട് കളിയുടെ കാര്യം പറഞ്ഞാലും ഒരു സൂപ്പർ ആന്റി ക്ലൈമാക്സിലേക്ക് തന്നെയാണ് കാത്തിരിക്കുന്നത് ഫുട്ബോൾ ആരാധകർക്ക്. അല്ലാതെ ഏകപക്ഷീയമായിട്ട് ഇന്ന ടീം ജയിക്കും അല്ലെങ്കിൽ ഒരു കംബാക്ക് അങ്ങനെയൊന്നുമല്ല. ഇത് സാധാ ഒരു കളി തുടങ്ങിയിട്ട് 0-0 തുടങ്ങിയിട്ട് 90 മിനിറ്റ് കളി, അതിൽ കൂടുതലൊന്നും ഇല്ല പറയാൻ. അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പിന്നെ അവരുടെ ഗോൾ കീപ്പർ അത്യാവശ്യം നല്ല സേവാണ് ചെയ്തതെന്ന്. ഇന്ന് കുറേ സേവുകൾ ഫെറാൻ ടോറസിൻ്റെ ആയിക്കോട്ടെ, ഓൽമോയുടെ, അതേപോലെ യമാലിൻ്റെ ഒക്കെ സേവുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് യമാല് 2 പോസ്റ്റ് തട്ടിപ്പോയി യമാലിൻ്റെ, അല്ലെങ്കിൽ ചങ്ങായി ഇന്ന് ഹാട്രിക് പോസ്റ്റ് തന്നെയായിരുന്നു. നല്ല ഭാഗ്യമൊക്കെ ഉണ്ട്. അതേപോലെ ലെവൻഡോസ്കി ഇല്ലാത്ത പോരായ്മ. ഫെറാനൊക്കെ ചാൻസ് ഉണ്ട്, ഫെറാൻ ഗോൾ അടിച്ചൊക്കെ ശരിയാണ്. പക്ഷേ പോസ്റ്റിൽ ഒരു ഇത് സ്ട്രൈക്കറിന്റെ റോള് അത് പൂർണ്ണമാണെങ്കിൽ ലെവൻഡോസ്കി ഗ്രൗണ്ടിൽ വേണം. ഇന്ന് ആളുണ്ടെങ്കിൽ ചിലപ്പോൾ 1-2 ഗോളൊക്കെ കയറിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഫെറാൻ ടോറസ് അത്രയും സൂക്ഷ്മമായിട്ട് നോക്കി ഫൈനൽ ഇതിൽ അടിക്കാൻ ഉറപ്പുള്ള സാധനങ്ങൾ മാത്രം അടിക്കുള്ളൂ. അത്രയും ടൈമിങ് എടുത്തില്ല. ആ ഒരു ടൈമിംഗ് ഒന്നും ലെവൻഡോസ്കിക്ക് ചിലപ്പോൾ ഉണ്ടാവില്ല, പെട്ടെന്ന് അടിച്ചുകൊണ്ട് കയറ്റും. അപ്പോൾ ഇന്നത്തെ കളി മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഇങ്ങനെ ഇരുന്ന് ഒരു ത്രില്ലർ സിനിമ കാണില്ലേ, അതേപോലെ 90 മിനിറ്റ് കണ്ടതാണ്. അപ്പോൾ കാണാത്തവർക്ക് ഈ സീസണിൽ ബാഴ്സലോണയുടെ കുറേ കളികൾ, ഇത് മാത്രമല്ല കുറേ കളികൾ ഇതേപോലെ ഭയങ്കര ആദ്യം ഗോൾ വാങ്ങിക്കുന്നു, പിന്നെ തിരിച്ചടിക്കുന്നു, ഗോൾ വാങ്ങിക്കുന്നു, തിരിച്ചടിക്കുന്നു. ഇതന്നെയാണ് ഈ ചങ്ങായിമാർ ഈ സീസണിലുള്ള സിനാരിയോ എന്ന് പറഞ്ഞാൽ. ഇവരുടെ ഒരു കളി ശൈലി തന്നെ അതന്നെ. അല്ലെങ്കിൽ നോർമലായിട്ട് ഗോൾ അടിച്ചില്ലെങ്കിൽ, ബാഴ്സയ്ക്ക് എതിരെ ഒരു ഗോൾ അടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ കളി ചിലപ്പോൾ മെല്ലെ കളിച്ച് മെല്ലെ മെല്ലെ ഒന്നും കത്തിക്കാറില്ല. ഇത് ഫസ്റ്റ് തന്നെ ഗോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരേ കത്തിക്കാറില്ല. പക്ഷെ ഈ 3 ഗോള് തിരിച്ച് വാങ്ങിച്ചാലും അവർ ഡിഫൻസിൽ പരമാവധി കളിച്ചിട്ടുണ്ട്. ഇന്റർമിലാൻ ഡിഫൻസ് പൂട്ടാൻ വേണ്ടിയിട്ട് പല വഴികളും, അല്ല ബാഴ്സയുടെ അറ്റാക്കിങ് പൂട്ടാൻ വേണ്ടിയിട്ട് ഇന്റർമിലാൻ പല വഴികളും നോക്കിയിട്ട് തടഞ്ഞിട്ടും 3 ഗോൾ അടിക്കാൻ പറ്റി. സെക്കൻഡ് ലെഗിൽ എന്താ നടക്കാന്ന് ഈ 2 കളിനെ കുറിച്ചും ഒരു രക്ഷയില്ല പറയാൻ. ഒന്നും പറയല്ല, കണ്ടു തന്നെ ഇരിക്കണം ആര് ഫൈനലിലെത്തുന്നത്, കണ്ടു തന്നെ അറിയണം ആര് ഫൈനലിലെത്തുന്നത്. എന്താന്ന് പറഞ്ഞാൽ അത്രയും ഉള്ള കളികളാണ്. ഇപ്പൊ സിമ്പിളായിട്ട് 3-4 ഗോൾ ലീഡ് ചെയ്ത് ഇനിയിപ്പോ ഹോം ഗ്രൗണ്ടിന്റെ ആനുകൂല്യങ്ങൾ അതൊന്നും പറയാനില്ല. 1-0 അവിടെ ജയിച്ചിട്ടുണ്ട്, ഇവിടെ 3-3 സമനില. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 0-0 സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ എന്തായാലും ബാഴ്സയുടെ അറ്റാക്കിങ്ങും ഇന്റർമിലാന്റെ ഡിഫൻസും ഇതന്നെ പറയാനുള്ളൂ. പിന്നെ ഇന്റർമിലാന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അവസാനത്തെ 4 കളിയിൽ അവർ ജയിക്കാൻ പറ്റില്ല. ബയണായിട്ട് സമനിലയായിരുന്നു ചാമ്പ്യൻസ് ലീഗിൽ അവസാന ലീഗ് മത്സരത്തിൽ. പിന്നെ ലീഗിലൊരു മത്സരത്തിൽ തോറ്റു. AC മിലാനായിട്ട് ഇറ്റാലിയൻ കപ്പിൽ 3-0 പരാജയപ്പെട്ട് സെമിഫൈനലിൽ നിന്ന് പുറത്തായി. അത് കഴിഞ്ഞ് റോമയായിട്ട് 1-0 തോറ്റ് ലീഗിൽ ഇപ്പോൾ 2ാം സ്ഥാനത്ത് തന്നെ. പോളി 3 പോയിന്റിന് മുകളിലായി. 34 മത്സരങ്ങൾ, 4 മത്സരങ്ങളേ ഉള്ളൂ. അപ്പോൾ അവർക്ക് അവിടെയും നല്ല കോമ്പറ്റീഷനാണ്. അത് കഴിഞ്ഞിട്ട് ഈ ഒരു തിരിച്ചു വരവ്, ഇവിടെ 3-3 സമനിലയൊക്കെയാണ്. പക്ഷേ ബാഴ്സയുടെ ഹോം ഗ്രൗണ്ടിൽ വന്നിട്ടാണ് അവർ 3-3 ജയിച്ചിട്ട് പോകുന്നത്. അഭിമാനത്തോടെ തന്നെയാണ് അവർ പോകുന്നത്. ഇനി അവിടെ എന്തോ ആവട്ടെ റിസൾട്ട്, സെക്കൻഡ് ലെഗിൽ എന്തോ ആവട്ടെ, പക്ഷേ ഇന്റർ മിലാൻ ബാഴ്സന്റെ ഗ്രൗണ്ടിൽ നിന്ന് അഭിമാനത്തോടു കൂടിയാണ് പോകുന്നത്. കളിച്ചത് ബാഴ്സയും കളിയിൽ വിജയം നേടിയത് ഇന്ററാണ്. എന്താ കാരണം പറഞ്ഞാൽ അവർ മുതലാക്കി. ആ മുതലാക്കേണ്ട ചാൻസുകൾ 3 ഷോട്ട് ഓൺ ടാർഗറ്റ്, അത് തന്നെ മനസ്സിലാക്കും, 3 ഗോളാണ്. അതല്ലേ ഉള്ളു കാര്യം. പിന്നെ ഇനി 2 ടീമിനും 3-ാം തീയതി ഒരു കളിയുണ്ട്. അത് കഴിഞ്ഞിട്ട് 6-ാം തീയതി എഗെയിൻ കളിയാണ്. അപ്പോൾ ഇതിലിപ്പോൾ പരുക്ക് ഓൾറെഡി ഇപ്പോൾ പരുക്ക് ഉണ്ട് 2 ടീമിനും. അപ്പോൾ ഇനി പരുക്കുകളൊക്കെ മാറിയിട്ട് ആരൊക്കെ ഫിറ്റായി ആരൊക്കെ തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നല്ലൊരു ആന്റി ക്ലൈമാക്സ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാം. ഫുട്ബോൾ ലോകത്തെ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചതായിരിക്കും.